ഹായ് ഫ്രണ്ട്സ്, സജ്ജി റൈസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ, വിശാഖപട്ടണത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു റിസർവോയറിലേക്കാണ് നമ്മൾ പോകുന്നത്. നാഷണൽ ഹൈവേ 16 നിന്നും സ്റ്റീൽ പ്ലാന്റ് റോഡിലേക്ക് തിരിയുമ്പോൾ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റിസർവോയറിലേക്ക് പോകാനായിട്ട് കുറച്ച് കടമ്പകൾ കടക്കണം. കീഴ്ക്കാന്തൂക്കായ ഒരു ചരിവിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ഈ റിസർവോയർ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. വൈകുന്നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ ഈ റിസർവോയർ എന്ന് പറയുന്നത് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷന് ആവശ്യമായ വെള്ളത്തിൻ്റെ ശേഖരണമാണ്. ഈ KBR 1ഉം KBR 2ഉം. KBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്തി ബാലൻസിങ് റിസർവോയർ എന്നാണ് ഫുൾ ഫോം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് എക്സ്പാൻഷൻ ചെയ്ത സാഹചര്യത്തിൽ KBR 1ലെ വെള്ളം സ്റ്റീൽ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിന് തികയാതെ വന്നപ്പോഴാണ് പുതുതായി ഈ KBR 2 പണി കഴിപ്പിച്ചത്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുള്ള കനത്തി ബാലൻസിങ് റിസർവോയർ 1ൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അത് ദുവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ റിസർവോയറിലേക്ക് വരാനായിട്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ റിസർവോയർ കാണാനായിട്ട് എത്താറുണ്ട്. അതിമനോഹരമായ സൂര്യാസ്തമയം കണ്ടിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ അടുത്തുള്ള ഇന്ദിരാഗാന്ധി പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിമനോഹരമായ ആ ഇന്ദിരാഗാന്ധി പാർക്ക് നമുക്ക് കാണാം. അപ്പോൾ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൻ്റെ ക്വാർട്ടേഴ്സുകൾ ഓരോ സെക്ടറുകളായിട്ടാണ് നിൽക്കുന്നത്. ഈ സെക്ടറുകൾക്കടുത്തായിട്ടാണ് ഈ പാർക്കുകൾ, ക്ഷേത്രങ്ങളും കമ്മ്യൂണിറ്റി സെൻറ്ററുകളും ഒക്കെ നിലകൊള്ളുന്നത്. നമ്മൾ ഈ സ്റ്റീൽ പ്ലാന്റിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോൾ ആദ്യം കാണുന്നത് നെഹ്റു പാർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി പാർക്ക്. പിന്നെ ഒരു പാർക്കും കൂടെ ഉണ്ട്, മഹാത്മാഗാന്ധി പാർക്ക്. അപ്പോഴേ ഇതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നു. ഈ പാർക്കിനടുത്തായിട്ടാണ് കാളിക്ഷേത്രം, വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം ഒക്കെ ഉള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധി പാർക്കിൻ്റെ മെയിൻ ഗേറ്റാണിത്. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ കയറുന്നത്. എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ വഴിയുണ്ട്, അതിലൂടെയാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഈ ഇന്ദിരാഗാന്ധി പാർക്കിൽ വലിയൊരു താമരക്കുളമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ആഗസ്റ്റിൽ ഞാനിവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാ താമരയുടെ നിറച്ച് കുളം നിറയെ താമരകൾ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. വെള്ള താമരകളായിരുന്നു. ഇപ്പോൾ കുളത്തിൽ താമരയൊന്നുമില്ല, സീസണല്ലല്ലോ. ഇപ്പോൾ തണുപ്പ് സീസണിൽ താമരപ്പൂ വിരിയാറില്ല. ആദ്യം തന്നെ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു പ്രതിമയാണ്. മറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിമനോഹരമായ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണം.